ഓക്കെ, അപ്പോൾ പ്രീവിയസ് റെക്കോർഡിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ വെയർ ഹൗസ് അല്ലെങ്കിൽ എന്താണ് വെയർ ഹൗസിങ് എന്താണ്, വെയർ ഹൗസ് മാനേജ്മെൻറ്റ് എന്താണ് എന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊരു ബ്രീഫിങ് അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു ഡിഫറൻസ് എന്തൊക്കെയാണ് ടേംസ് ഒക്കെ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെയുള്ള ഒരു എക്സ്പ്ലനേഷൻ എല്ലാവർക്കും കിട്ടി എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ മറ്റ് ടോപ്പിക്സ് മറ്റ് സബ്ജക്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ലൈക്ക് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്, ഫണ്ടമെൻറ്റൽസ് ഓഫ് ലോജിസ്റ്റിക്സ്, ഇതിലൊക്കെ ആ ഓരോരോ ലോജിസ്റ്റിക്സിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ, അവിടെ വെയർ ഹൗസ് എവിടെയാണ് പ്ലേസ് ആവുന്നത് അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത് എന്നൊക്കെ ഉള്ളത് നിങ്ങൾ ഓൾറെഡി മനസ്സിലാക്കിയിട്ടുണ്ടാവണം. സോ ഇന്ന് നമുക്ക് ഒരു വെയർ ഹൗസിൽ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് ഓഫ് ഓപ്പറേഷനിൽ വരുന്ന കുറച്ച് റാൻഡം ആയിട്ടുള്ള ടേംസിനെ പറ്റിയിട്ട് പഠിക്കാം. ഓക്കെ, എന്തായാലും നിങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ള ആ ഒരു തിയറി പാർട്ട് അല്ലെങ്കിൽ വെയർ ഹൗസ് മാനേജ്മെൻറ്റിൻ്റെ ആ അത്രയും ഡീറ്റെയിൽസ് വെച്ചിട്ട് ഇനി പറയാൻ പോകുന്ന ആ ഓരോരോ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഓരോരോ ടേംസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടത്, അഫ്കോഴ്സ് വെയർ ഹൗസ് മാനേജ്മെൻറ്റ് അലോങ് വിത്ത് ദ ലോജിസ്റ്റിക്സ്. അപ്പോൾ നമുക്കതിനെ ഗ്ലോസറി ടേംസ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, വി ക്യാൻ സേ ഇറ്റ് ആസ് ഗ്ലോസറി ടേംസ്. കുറച്ച് റാൻഡംലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് ആണ് ഇവിടെ വരുന്നത്. സോ വി ക്യാൻ സ്റ്റാർട്ട് വിത്ത് ഷിപ്പിംഗ് ഓഫ് കോഴ്സ് നമുക്കറിയാം. ഷിപ്പിംഗ് എന്താണ്? ഒരു പ്രൊഡക്റ്റ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ ആ ഒരു ട്രാൻസിറ്റിൽ ഒരു പോയിന്റ് മറ്റൊരു പോയിന്റിലേക്ക് അത് എത്തിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ഷിപ്പിംഗ് ഉദ്ദേശിക്കുന്നത് ഷിപ്പിൽ കയറ്റി കൊണ്ടുപോവുക എന്ന് മാത്രമല്ല, ഏതൊരു മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിച്ചിട്ട് കൺസൈൻമെൻറ്റ് എന്തുമായിക്കോട്ടെ നമ്മൾ വൺ പ്ലേസിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇത് ട്രാൻസ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് ഷിപ്പിംഗ് എന്ന് പറയാം. ഇൻ വെയർ ഹൗസിങ് നമുക്കിവിടെ ഷിപ്പിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് ലൈക്ക് ഡെലിവറിങ് ഗുഡ്സ് ടു വെയർ ഹൗസിൽ നിന്ന് വേറെ എങ്ങോട്ടെങ്കിലും ഡെലിവറി പോകുന്നത് അല്ലെങ്കിൽ വെയർ ഹൗസിൽ നിന്ന് അത് ഔട്ട് ചെയ്യുന്നത് നമുക്കത് ഷിപ്പിംഗ് ആണെന്ന് പറയാൻ പറ്റും. ആ ഒരു ടൈമോടെ യൂസ് ചെയ്യാം, ജസ്റ്റ് എ കോമൺ തിങ്. പിന്നെ കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നൊരു കാര്യമാണ് ക്രോസ് ഡോക്കിങ്. സോ ക്രോസ് ഡോക്കിങ് ഡോക്ക് ഏരിയാസ്, മേ ബി ആ ഒരു വേർഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഡോക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൂട്ടി യോജിപ്പിക്കുക അല്ലെങ്കിൽ അത് കൂട്ടി മുട്ടുക, റിസീവ് ചെയ്യുക, ആ ഒരു പെർട്ടിക്കുലർ ഏരിയ അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ഓപ്പറേഷൻസ് നമുക്ക് എന്ത് പറയാം, ഡോക്കിംഗ് എന്ന് പറയാം. ആ ഒരു അപ്പോൾ ആ ഒരു വെയർ ഹൗസിൽ ഡോക്ക് എന്ന് പറഞ്ഞാൽ എവിടെ ഇരിക്കുള്ളൂ? എപ്പോഴും അതിൻ്റെ ആ ഒരു ഗേറ്റ് മീൻസ് ആ ഷട്ടർ, ആ പോയിന്റ് ആയിരിക്കും എന്ത്, ഡോക്ക് ഏരിയ എന്ന് പറയുന്നത്. ഇപ്പോൾ ക്രോസ് ഡോക്കിംഗ് ലൈക്ക് ആ പേര് ഡിനോട്ട് ചെയ്യുന്ന പോലെ ഡോക്കിംഗ് എന്ത് ചെയ്യാൻ പോവാണ്, അവിടെ ക്രോസ് ചെയ്യാൻ പോവാണ്. ലൈക്ക് ഓക്കെ, വൺ ടു അനദർ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതൊരു വെയർ ഹൗസ് ലേ ഔട്ട് ആണെങ്കിൽ ഈ ഒരു പോയിന്റിൽ ഒരു വെഹിക്കിൾ, ദെൻ ഇവിടെ നിന്ന് റിസീവ് ചെയ്യുന്ന ഗുഡ്സ് ഇവരെന്ത് ചെയ്യുന്നു, അറ്റ് ദ സെയിം ടൈം വേറൊരു വെഹിക്കിളിലേക്ക് അത് മാറ്റുകയാണ്. ഓക്കെ, അതായത് വേറെ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ ആ ഒരു വെയർ ഹൗസിലേക്ക് റിസീവ് ചെയ്ത ഗുഡ്സ് വിത്തൗട്ട് എനി സ്റ്റോറേജ് അല്ലെങ്കിൽ ഇവിടെ ആ ഒരു സ്പേസിൽ ഗുഡ്സ് സ്റ്റോർ ചെയ്യാതെ അല്ലെങ്കിൽ ആ ഒരു ഇത്ര പീരീഡ് അത് അവിടെ ഹോൾഡ് ചെയ്യാതെ എന്ത് ചെയ്യാണ്, ഗുഡ്സ് അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ അടുത്ത വെഹിക്കിളിലേക്ക് സ്റ്റഫ് ചെയ്യണം അല്ലെങ്കിൽ അത് വേറൊരു ഡെസ്റ്റിനേഷനിലേക്ക് ഡിസ്പാച്ച് ആവാൻ വേണ്ടിയിട്ട് അതിനുള്ള പ്രൊസീജിയേഴ്സിലേക്ക് കിടക്കുകയാണ്. ഓക്കെ, അപ്പോൾ ക്രോസ് ഡോക്കിങ്ങിൽ ചെയ്യുന്ന മെയിനായിട്ടുള്ള ഒരു ഡിഫറെൻറ്റ് ഫാക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി വെയർ ഹൗസിൽ ചെയ്യുന്ന പോലെ ആ ഒരു സ്റ്റോറേജ് ആ സ്റ്റോറേജിന് വേണ്ടിയിട്ട് അവിടെ ഒരു ടൈം വരുന്നില്ല അല്ലെങ്കിൽ അങ്ങനത്തെ ആ ഒരു പർപ്പസ് അവിടെ ചെയ്യുന്നില്ല. ജസ്റ്റ് എന്ത് ചെയ്യുന്നു, ഒരു വണ്ടിയിൽ നിന്ന് അതേസമയം ഡിസ്റ്റഫ് ചെയ്യുകയും മറ്റൊരു വെഹിക്കിളിലേക്ക് അത് സ്റ്റഫ് ചെയ്യുകയും ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു പീരീഡിനുള്ളിൽ ഈ ഒരു വെഹിക്കിളിൽ നിന്ന് മറ്റേ വെഹിക്കിളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനും ഇത്രയും ഗുഡ്സ് അവിടെ നിന്ന് ഡിസ്പാച്ച് ചെയ്യാനുള്ള ഡോക്യുമെൻറ്റേഷൻ പ്രൊസീജിയേഴ്സ് ഈ ഒരു പീരീഡിനുള്ളിൽ അവർ ചെയ്തു തീർക്കണം. എന്നിട്ട് എന്ത് ചെയ്യും, ആ വണ്ടി എങ്ങോട്ടേക്കാണോ അറൈവ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങോട്ടേക്കാണോ ഷിപ്പ് ചെയ്യേണ്ടത് അങ്ങോട്ടേക്ക് അത് പോകാനുള്ള പ്രൊസീജിയേഴ്സൊക്കെ കംപ്ലീറ്റ് ആയിട്ട് അവരുടെ ഡ്രൈവറുടെ അടുത്തോ അല്ലെങ്കിൽ ആരാണോ റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് അയാൾക്കോ അത് ഡോക്യുമെൻറ്റ്സ് കൈമാറണം. അപ്പോൾ ക്രോസ് ഡോക്കിംഗ് ഇതാണ്. ഈ ഒരു പ്രൊസീജിയർ നമുക്ക് ക്രോസ് ഡോക്കിംഗ് എന്ന് പറയാം. ഈവൻ ഒരു വെഹിക്കിളിൽ നിന്ന് മറ്റൊരു വെഹിക്കിളിലേക്ക് ഇവിടെ നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെൻറ്റ്സ് ഒക്കെ റിക്വയർ ചെയ്യുന്നുണ്ട് വെയർ ഹൗസിൽ നിന്ന് വൺ പ്ലേസിൽ നിന്ന് മറ്റൊരു ഡോക്കിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ ലൈക്ക് വണ്ടികൾ ഇങ്ങനെ ഈ വരച്ചിരിക്കുന്ന പോലെ
ഇങ്ങനെ ആ ഒരു പൊസിഷനിൽ പിടിച്ചിട്ട് ഇവിടെ ലേബേഴ്സ് വെച്ചിട്ട് എന്ത് ചെയ്യും, ഗുഡ്സ് ഈ ഒരു വെഹിക്കിളിൽ നിന്ന് മറ്റൊരു വെഹിക്കിളിലേക്ക് മാനുവലി സ്റ്റഫ് ചെയ്യും. ഈ ഒരു ഇങ്ങനെ ചെയ്യുന്ന ആ ഒരു സ്റ്റൈലിനെ നമുക്ക് എന്ത് പറയാം, ക്രോസ് ഡോക്കിംഗ് എന്ന് തന്നെ പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ക്രോസ് ഡോക്കിംഗ് വെയർ ഹൗസിൽ നടക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഫംഗ്ഷൻ, അല്ലെങ്കിൽ ആ ഒരു ടൈം മാനേജ്മെൻറ്റ്, സ്പേസ് മാനേജ്മെൻറ്റ്, അല്ലെങ്കിൽ ആ ഒരു അർജ്, അതിൻ്റെ ആ ഒരു ഷിപ്പ് ചെയ്യാൻ ആ ഒരു കൺസൈൻമെൻറ്റിൻ്റെ അടുത്ത ഷിപ്മെൻറ്റിൻ്റെ ആ ഒരു അർജ് കണ്ടുകൊണ്ട് ചെയ്യുന്ന ഈ ഒരു ടൈപ്പ് ഓഫ് പ്രോസസ്സിനെ നമുക്ക് എന്ത് പറയാം, ക്രോസ് ഡോക്കിംഗ് എന്ന് അവിടെ പറയാൻ പറ്റും.